ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മീറ്റ് മേരീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ സ്പെഷ്യൽ വിശേഷമാണ്. നമ്മുടെ മില്ലിയോൻ്റെ ഒഫീഷ്യൽ നെയിമിംഗ് സെറമണിയാണ്. പ്ലസ് അരഞ്ഞാണ് കെട്ട്, പിന്നെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ ചടങ്ങ് കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫാമിലീസും കൂടെ ഉണ്ട്. പേര് നീ പറയണോ? വിളിച്ചു സൈറസ്. നമ്മുടെ മില്ലിയോൻ്റെ ഒഫീഷ്യൽ നെയിമിംഗ് സെറമണി കഴിഞ്ഞു. നേരത്തെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നാൽ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫാമിലിക്ക് വേണ്ടി നമ്മൾ അനൗൺസ് ചെയ്തു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ എല്ലാ ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മൾ പേരൊന്നും കൂടി അനൗൺസ് ചെയ്യാം. ഇവര് പറഞ്ഞ പേര് സൈറസ്. SYRUS സൈറസ്. അതാണ് നമ്മുടെ മില്ലിയോടെ ഒഫീഷ്യൽ നെയിം. ഇനി മുതൽ സൈറസ് എന്ന പേരിൽ കൊച്ചു ബാലൻ എന്നറിയപ്പെടുന്നതായിരിക്കും. ഇനി ചരിത്രത്തിൽ പല ഏടുകളിലും വരാനുള്ള ഈ പേരിന്റെ അർത്ഥം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സൈറസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് നെയിമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളൊരു ഡിഫറെൻറ്റ് വെറൈറ്റി സാധനമായിട്ടാണ് വരിക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഗ്രീക്ക് നെയിം സൈറസ് എന്നാണ് വിളിച്ചത്. സൈറസിൻ്റെ മീനിങ് അഗ്നിയില്ല, സൂര്യദേവൻ. അതാണ് സൈറസിൻ്റെ മീനിങ്. ഗ്രീക്കിൽ അതാണ് മീനിങ്. പിന്നെ പേർഷ്യയിലും കൂടി ഈ പേര് പോപ്പുലറാണ്. പേർഷ്യയിൽ സൈറസ് എന്ന് പറഞ്ഞാൽ ത്രോൺ എന്നാണ് അർത്ഥം. പിന്നെ അവിടുത്തെ ഏറ്റവും നല്ലവനായ രാജാവിൻ്റെ പേരും അവരുടെ താഴ്വഴിയുടെ പേരും സൈറസ് എന്നാണ്. അങ്ങനെ കുറേ നല്ല മീനിങ് ഒക്കെ ഉള്ളതാണ് നമ്മുടെ മില്ലിയോടെ ഒഫീഷ്യൽ നെയിം. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്തായാലും കമൻറ്റിൽ കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മളുടെ നെയിമിംഗ് സെറമണീൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. നമ്മൾ വേറെ കുറച്ച് ലേറ്റായി. ഞാൻ ലേറ്റാണ്, അതുകൊണ്ട് മേരി കുറച്ചൊന്ന് പിണങ്ങി മാറിയിരിക്കണം. നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. മേരി, എൻ്റെ ജീവിതം മുമ്പ് കഞ്ഞുമായി. അപ്പം മേരി ഇന്ന് സുന്ദരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ ആദ്യം തന്നെ അങ്ങ് പറയാം. നീ പറഞ്ഞ ഞാനെന്താന്ന് പറയാ, ഞാൻ വിചാരിച്ചു മറ്റേ ജ്യോതിക പറഞ്ഞ ഡയലോഗ് ഇനി പറയുമായിരിക്കും. രമ്യ ബ്രൈഡൽ മേക്ക് ഓവർ തലശ്ശേരിയാണ് മെറീന ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ മെറീന ഡ്രസ്സ് നമ്മുടെ പേഴ്സണൽ ഡിസൈനർ, എന്റെ ദോഷമില്ല, ബാമ്പ തലശ്ശേരിയാണ് എന്റെ കുർത്ത ചെയ്യുന്നത്.
മിരിൻ്റെത് കംപ്ലീറ്റ് ഡ്രസ്സസ് ചെയ്തത് നമ്മുടെ ആസ്പിറേഷൻസ് തലശ്ശേരി. പിന്നെ വേറെ ഒന്ന് നമ്മളുടെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തത് നമ്മുടെ വളകാപ്പിനൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കുറേ ആൾ ചോദിച്ചാൽ ആരത് ചെയ്തത്. അത് നമ്മുടെ വിമോന കണ്ണൂർ വിമോന ഇവന്റ്സ് എന്ന് പറയുന്ന ഇവന്റ് കമ്പനിയാണ് നമുക്ക് ഈ ഡെക്കറേഷൻ മുഴുവൻ ചെയ്ത് ട്രഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ വാഴയില, ഇത് ഒറിജിനൽ വാഴയിലാണ് കേട്ടോ, ഒറിജിനൽ വാഴയില. പക്ഷെ ഈ ഫ്ലവർ ഒറിജിനൽ അല്ല, പക്ഷെ എന്നാലും അതിന്റെ കംപ്ലീറ്റ് ലുക്ക് ഉണ്ട്. ഞാൻ ഒരു ദിവസം മുന്നെയാണ് വിളിച്ച് പറഞ്ഞത്, വേഗം വന്ന് സെറ്റപ്പ് ഒക്കെ ആക്കി അവർ സൂപ്പർ ആക്കി. ഇതിന്റെ മുമ്പിൽ വിളക്കെല്ലാം കാണാൻ പറ്റും, നമ്മൾ എടുത്ത് മാറ്റി. ഇതാണ്. പിന്നെ നമ്മളുടെ ഫോട്ടോ നമ്മൾ ഇതിന്റെ കൂടെ ഇടും. നമ്മളെ ഫോട്ടോഗ്രാഫി ആരാ? നമ്മുടെ സ്വന്തം അനിയൻ കുട്ടൻ. എടാ ഇങ്ങോട്ട് വാ, അബിന്ദുവിനൊന്ന് കാണിച്ചേക്കാം. അബിന്ദുവിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പരാതിയാണ്. ഇതാണ് നമ്മുടെ അബിന്ദു. നമ്മളെ ഏറ്റവും ആദ്യം നമ്മുടെ ഷൂട്ട്സ് എടുത്ത ആളാണ്. നമ്മുടെ പൊക്കി പറയാൻ പറയുന്നത് നല്ല കണ്ടിട്ടില്ലെങ്കിൽ പൊക്കി നല്ല താത്തിക്കളയും. ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ, പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. അപ്പം ഈ പയ്യനെ നിങ്ങൾക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വേണ്ട, അത് പറയില്ല. ഇവൻ പറഞ്ഞ കല്യാണം കഴിച്ചിട്ടില്ല. അന്നല്ല, നമുക്ക് ഇതിൽ കൂടെ അബിന്ദുവിനൊരു പെണ്ണിനെ നമുക്ക് ഇതാക്കാം. അപ്പം അബിന്ദുവിന് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം സ്വാഗതം. അബിന്ദുവിന് പറ്റിയ ആലോചനകൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് കമന്റ് ബോക്സിൽ കൂടെ. അപ്പൊ നമ്മൾ അടുത്ത കാണിക്കാൻ വന്നത് നമ്മുടെ ഇന്നത്തെ കേക്ക് സെറ്റ് ചെയ്താണ്. കേക്ക് കാണിച്ചാണ്. ഇതാണ് ഇന്നത്തെ കേക്ക്. മില്ലിയോ മോളിലുണ്ട്. ഇത് മില്ലിയോന്റെ ഫോട്ടോ തന്നെയാന്ന് തോന്നുന്നു. അപ്പം ഒരു ബേബി മോളിലുണ്ട്. കുറെ 2-3 ഭൂഗോളങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മുകളില്. പിന്നെ മില്ലിയോന്റെ പേര് ഇത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പേര് വിളിയൊക്കെ കഴിഞ്ഞ് ഇല എടുത്ത് ചാടാനാൻ വെച്ച ആളെയും കൂടി ഞാൻ കാണിച്ചു തരാം. എവിടെ ഹീറോ? എവിടെ മനീഷ് എടുത്തു? വാ കേറിക്കോ. ഇതെല്ലാരും ഇന്ന് കാണിക്കണം. അവസാനം ഒരേ ഒരു സമാധാനം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം മനീഷ് കൂടെ ഉണ്ട്. ആ ടൈം സത്യം പറഞ്ഞ പാലിച്ചു. വന്ന ഉടനെ നമ്മള് അവിടെ പിടിച്ചിരുത്തി നല്ല കോഴി ബിരിയാണി, തലശ്ശേരി ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തിന്നോ. എല്ലാവരും ചോദിക്കുന്നത് എന്താ ലെഫ്റ്റ് ഹാൻഡിന് എടുക്കൊണ്ട് കഴിക്കുന്നത്, സെൽഫി വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുക്കാം. വ്ളോഗാന്ന് പറഞ്ഞപ്പോഴും സെൻസിന് മുടിയിലൊന്ന് ശരിയാക്കി നല്ല ഇത്ര സമയം വാരി വലിച്ച് തിന്നായിരുന്നു. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴും മെല്ലനെ സ്റ്റോപ്പായി. മെല്ലനെ പാവം മെരി ക്ഷീണിച്ച് തളർന്ന് അവസാനം ഒരു ഉള്ള ചോറ് തിന്നുക. ഞാൻ മെരീനെ കാണിച്ചു തരാം എന്താ കാണിക്കാമെന്ന്. പിന്നെ നോക്കി ഈ മുഖമൊന്ന് കണ്ടോ. അടുത്തത് ഇത്രയും വൃത്തിയിൽ ഇലയിൽ ബിരിയാണി കഴിക്കുന്ന ആൾ ഈ ലോകത്തിന് വരണ്ടാവില്ല ചിലപ്പോൾ. കണ്ടോ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ മിരീൻ്റെ വീട്ടിൽ നിന്ന് ഇനി മീത്തൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ പോയി മിരീനെയും മില്ലിയോനെ നമ്മൾ വെൽക്കം ചെയ്യണം അല്ലേ? വെൽക്കം ചെയ്യണം. അവിടെ വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ വക സെൻസറിൻ്റെ ഒക്കെ വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വെൽക്കം ഡാൻസ് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സെൻസറിയും അമ്മയും ആദ്യമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ പൂങ്കാവനൊക്കെ? ആണോ ഗൈസ്? അങ്ങനെ നമ്മുടെ നീരിയും മിലിയയും തിരിച്ച് വീട്ടിലേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക്. തുള്ളിച്ചെല്ലാം വരണടി. ബോംബ് മാവില്ലാത്തോണ്ടാണ് ഓളെ ഒറ്റക്ക് കയറാണ് വീട്ടിലേക്ക്. മിരി ആദ്യം ഓടി കയറാണ്. അങ്ങനെ മിലിയോ വീട്ടിലേക്ക് വരികയാണ് ഗായ്സ്. ഓ മോഹൻലാല് മറ്റേ സിനിമയിൽ പറഞ്ഞതാ, കണ്ണു പറഞ്ഞപ്പോൾ അവൾ കൽപ്പറ്റ നഗരത്തിന്റെ ഭാഗമായി. സൈറസ് എണീക്കൂ. സൈറസ് മിലാനോ
മിലിയോൺ മിലിയോൺ മിലോൺ എന്നെ മാറിപ്പോന്നുണ്ടാ കംപ്ലീറ്റ് വെൽക്കം എടാ എണീക്കടാ പപ്പേന്റെ വീട്ടിലെത്തിയടാ. അങ്ങനെ മെറി 2 മാസങ്ങൾ 2.5 മാസങ്ങൾക്ക് ശേഷം കുഞ്ഞുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളുടെ ഫംഗ്ഷൻ എല്ലാവരും കണ്ടു, പേരൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മുടെ 2 അതിഥികൾ കൂടെ ഉണ്ട്. ഞാൻ ഒരു ദിവസത്തേക്ക് വിളിച്ചു, പക്ഷേ 10 ദിവസം നിൽക്കാനുള്ള കെട്ടുമുട്ടായിട്ടാണ് വന്നത്. നമ്മളങ്ങനെ പോവില്ല. എനിക്ക് ഞാൻ ഇവർ അടിച്ചോടിച്ചാലേ ഇവർ പോകുന്ന തോന്നുന്നത്. എന്തായാലും പ്രോഗ്രാം ഒക്കെ നമ്മൾ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു. പേര് നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു, സൈറസ് മിലോൺ. അപ്പം SYRUSMILON. ബബ്ലൂസ് കരയുന്നുണ്ട്, അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് ഒഴിവാക്കണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. കമന്റിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പേരിനെ കുറിച്ചൊക്കെ പറയണം. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഗ്രീക്ക് നെയിമാണ്, സൂര്യദേവൻ എന്നുള്ള അർത്ഥമാണ് സൈറസിൻ്റെത്. പേർഷ്യക്കാർ ഇതിനെ ത്രോൺ എന്ന് പറയും. അങ്ങനെ കുറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ബിഗ് താങ്ക്സ് എല്ലാ ബ്ലെസ്സിങ്സിനും സ്നേഹത്തിനും. പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.